അസ്സലാമു നമസ്കാരം. ബഷീർ പട്ടുകുന്നപ്പള്ളിയാണ്. നമ്മള് ജിസാൻ അഗ്രികൾച്ചർ പാർക്കില് നമ്മള് ഇവിടെ ഉണ്ടാക്കുന്ന തൈകള് നമ്മള് പുറത്തുനിന്ന് ഇറക്കണതല്ല. പുറത്തുനിന്ന് ഇറക്കണത് ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. നമുക്ക് അത്രയും വിശ്വാസ്യത ഉള്ള അവസ്ഥ നമ്മൾ എന്ത് ചെയ്യുന്ന പുറത്തുനിന്ന് ഇറക്കും. അല്ലാത്ത തൈകള് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാതിന്റെയും മദർ പ്ലാന്റുകളുണ്ട്. മാവിന്റെ, റംബുട്ടാന്റെ, എല്ലാ ഇതിന്റെയും പിന്നെ ഏകദേശം എല്ലാ വെറൈറ്റി മാവുകളാണെങ്കിലും മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റാണ് നമുക്ക് ഇതിന്റെ മദർ പ്ലാന്റുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു മാവിലുണ്ട്, ഇത് അൽഫോൺസ എന്ന് പറഞ്ഞ ഓൾറെഡി ഉള്ള ഒരു മാവാണ്. അപ്പൊ അതിൽ നമ്മൾ 2 ഐറ്റം കൂടി, ഒരു കലാപ്പാടിയും ഒരു മല്ലികയും 2 ഐറ്റം മാവും കൂടെ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ അടുത്ത വെക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോഴേക്കും റെഡിയായി കിട്ടും. അപ്പൊ നമുക്ക് ഒരു മാവിന്റെ വിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ വന്നാൽ നിങ്ങൾക്ക് രണ്ട് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത നമ്മളെ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് കാറ്റർവായന്റെ ജെല്ലാട്ടോ. ഞാൻ കാര്യമായിട്ട് അതന്നെയാണ് ഉപയോഗിക്കല്. ഇത് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. സാധാരണ വലിയ മാവിലൊക്കെ ചെയ്യും, നമുക്ക് ഇതിലും ചെയ്യാം. വി കട്ട് ഗ്രാഫ്റ്റിംഗ്, സൈഡ് ഗ്രാഫ്റ്റിംഗ്, ബാർക്ക് ഗ്രാഫ്റ്റിംഗ്, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാവിന്റെ തൈ നിങ്ങൾക്ക് വാങ്ങണ വിലക്ക് ഒരു മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത തൈ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാവുമ്പോൾ ഞാൻ വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിതാ അത്തി റെഡി ആയിക്കൊണ്ടിരിക്കണു. അതേപോലെ ധനുശ്രീ എന്ന് പറഞ്ഞ കശുമാവ്, ഇതിപ്പോ കശുമാവ് ചെയ്ത് വെച്ചതാണ്, നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റുകൾ അതിന്റെ വിശ്വാസ്യത, കായ്ക്കോ അല്ലെങ്കിൽ ഇതെന്താവും, നിങ്ങൾക്ക് കായ്ച്ചില്ല കഴിഞ്ഞാൽ സാധനങ്ങൾ മാറ്റി തരും. ആ ഉറപ്പ് വരെ നമുക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശ്വാസ്യത തന്നെ എവിടുന്ന് പുറത്തുനിന്ന് എടുക്കുന്നതാണോ, അതിന്റെ മദർ പ്ലാന്റ് എന്താണ്, കാഴ്ചയെന്നാണെന്നൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല. എന്താ പറയുക, അങ്ങനെ തന്നെയല്ലേ? നമുക്കൊന്നും മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായി, പിന്നെ നാട്ടിലേക്ക് മനസ്സിലാവുക. അപ്പോ ഇൻഷാ അല്ലാഹ് ജിസാൻ അഗ്രികൾച്ചർ പാർക്കിന്റെ നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. തൈകളാവുമ്പോൾ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യും. അതനുസരിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മളിനി ഇവിടെ ഉത്പാദിപ്പിക്കും. നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ മാവിന്റെയും ഫ്രൂട്ട് പ്ലാന്റിന്റെയും തൈകൾ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ട് ഗുണമേന്മയുള്ള തൈകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ തരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്.